എൻ്റെ പേര് ജന്ന. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. 2023 ജൂൺ 18 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാനൊരു നേഴ്സാണ്. എല്ലാ നേഴ്സുമാരെ പോലെ പെട്ടെന്ന് തന്നെ OET പാസ്സായി വെളിയിൽ പോയി ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുക എന്നത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതിനായിട്ട് തന്നെയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ കഴിവിൽ വളരെയധികം വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് അത്ര പാടുള്ളതായിട്ട് എനിക്ക് തോന്നാത്തതിനാൽ തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു OET എഴുതുമ്പോൾ ഞാൻ എൻ്റെ കഴിവിലും വിശ്വസിച്ചു. അതുപോലെ തന്നെ ഞാൻ ചെറിയൊരു ബലത്തിനായിട്ടാണ് ഉടമ്പടി എടുത്തത്. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 16 ആദ്യമായിട്ട് OET എഴുതുന്നതിനുള്ള ഡേറ്റ് എടുത്തു. ട്രെയിനിങ്ങിൻ്റെ സമയത്താണെങ്കിലും എനിക്ക് OET സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും ലിസണിങ്ങിനും എല്ലാം അത്യാവശ്യം നല്ല മാർക്ക് തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഞാൻ എക്സാം എഴുതാൻ പോയതും. അങ്ങനെ സെപ്റ്റംബർ 16 എക്സാമിൽ ഞാൻ വളരെ നല്ല എക്സാമായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ചെറുതായിട്ട് റൈറ്റിംഗ് മാത്രം എനിക്ക് പാടുള്ളായിരുന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞു. ഞാൻ അത്യാവശ്യം പ്രാർത്ഥിച്ചു. എങ്കിലും ഞാൻ എൻ്റെ കഴിവിൽ വളരെയധികം വിശ്വസിച്ചു. അങ്ങനെ എക്സാം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. ഞാൻ എൻ്റെ കൂടെ ഞങ്ങളുടെ ഒരു ബാച്ചിൽ 20 പിള്ളേർ എഴുതി. 20-21 പിള്ളേർ എഴുതിയതിൽ ഓൾമോസ്റ്റ് എല്ലാവരും പാസ്സായി. പക്ഷേ ഞാൻ എന്തോ കാരണം കൊണ്ട് അന്ന് പാസ്സായില്ല. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു. കാരണം അത്ര എളുപ്പം ഒരു എക്സാം ആയിട്ട് അത് എന്തുകൊണ്ട് പാസ്സായില്ല എന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ഞാനൊരു കാര്യം ഉറപ്പിച്ചു. ഇനി അടുത്ത തവണ ഉടമ്പടി അടുത്ത തവണ എക്സാം എഴുതുമ്പോൾ ഞാൻ എൻ്റെ കഴിവിൽ ഒരിക്കലും ആശ്രയിക്കില്ല. ഞാൻ ഉടമ്പടി പുതുക്കി ഞാൻ മാതാവിൽ മാത്രം വിശ്വസിച്ച് എക്സാം എഴുതുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് അങ്ങനെ എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടി വന്ന് പുതുക്കുകയും ചെയ്തു. ഞാൻ നന്നായിട്ട് ആദ്യത്തെ തവണ ഉടമ്പടി എടുത്തപ്പോൾ അങ്ങനെ പത്രം കൊടുക്കുന്നതിലും അങ്ങനൊന്നും വലിയ കാര്യമായിട്ട് ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷെ രണ്ടാമത്തെ എക്സാമിൻ്റെ സമയത്ത് ഞാൻ എല്ലായിടത്തും ബസ് സ്റ്റാൻഡിലും പബ്ലിക്കായിട്ടുള്ള എല്ലാ ഏരിയയിലും നടന്ന് പത്രം കൊടുക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ എക്സാം ഞാൻ ഡേറ്റ് എടുത്തത് ഡിസംബർ 16 രണ്ടാമത്തെ ഡേറ്റ് എടുത്തത്. രണ്ടാമത്തെ ഡേറ്റ് എടുത്ത് അപ്പം ഞാൻ ഒരുപാട് കാര്യമായിട്ട് പഠിച്ചിരുന്നില്ല. ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിച്ചല്ലല്ലോ പോകുന്നത്. ഞാൻ മാതാവിൽ അർപ്പിച്ചാണല്ലോ പോകുന്നത്. അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് പഠിച്ചില്ല. പിന്നെ റൈറ്റിംഗ് മാത്രം കുറച്ച് ചെയ്ത് പഠിച്ചു. അങ്ങനെ ട്രെയിനിങ്ങിനായിട്ടൊന്നും പോയില്ല. തന്നെ ആ സമയത്ത് ഡ്യൂട്ടിയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന കുറച്ച് നേരം മാത്രം പഠിച്ചാണ് ഞാൻ രണ്ടാമത്തെ എക്സാമിന് പ്രിപ്പയർ ആയത്. അങ്ങനെ ഡിസംബർ 16 ഞാൻ എക്സാം എഴുതാൻ അവിടെ ചെന്നു. എന്താണെന്നറിയില്ല, അന്നത്തെ ദിവസം എൻ്റെ ഹെൽത്ത് ഭയങ്കര മോശമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് വോമിറ്റിങ് അങ്ങനെ ഒരു സെൻസേഷനും അതുപോലെ തന്നെ അതിനകത്ത് കയറിയപ്പോൾ തൊട്ട് എൻ്റെ ഹെൽത്ത് ഒട്ടുമേ ശരിയല്ലായിരുന്നു. എന്തുകൊണ്ടെന്ന് ഞാനന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ അതിനകത്ത് കയറി കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നാതെ തണുപ്പ് അത്രയും പറ്റില്ല. എൻ്റെ ബാക്കിലായിട്ടൊരു AC കൂടെ കൊണ്ട് വെച്ചിരുന്നതുകൊണ്ട് എനിക്ക് തണുത്തിട്ട് തല മരച്ചൊരവസ്ഥയായിരുന്നു. ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലാണ് ഞാൻ അന്ന് എക്സാം എഴുതാനിരുന്നത്. അപ്പോൾ ആദ്യം കിട്ടിയത് ലിസണിങ് ആയിരുന്നു. ലിസണിങ് പൊതുവേ എനിക്ക് ഭയങ്കര എളുപ്പമുള്ളൊരു മോഡ്യൂളായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ഒന്നും കേട്ടില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ജസ്റ്റ് ഞാൻ ആ കാശ് രൂപത്തിൽ മുറുക്കി പിടിച്ചുകൊണ്ട് എനിക്ക് കൈ കിട്ടിയതൊക്കെ ഞാൻ കർപ്പിച്ച് വെക്കുമായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് ഒന്നും കേട്ടില്ലായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് വന്നത് റീഡിങ്. സാധാ വായിച്ചാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ കർപ്പിക്കാറ്. അന്ന് എനിക്ക് വായിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ജസ്റ്റ് കൈ കിട്ടിയതൊക്കെ കർപ്പിച്ചു വിട്ടു. അതുപോലെ തന്നെ റൈറ്റിങ്ങും വലിയ നല്ലതൊന്നും അല്ലായിരുന്നു. സ്പീക്കിങ് സാധാ അത്യാവശ്യം നന്നായിട്ട് പറയാൻ പറ്റുന്നതാണ്. പക്ഷെ അന്ന് എനിക്ക് മൊത്തം തപ്പിയാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ ഉറപ്പിച്ച് സ്പീക്കിങ്ങും കിട്ടില്ല എന്നുള്ളത്. പക്ഷേ എന്താണെന്നറിയില്ല, എക്സാം കഴിഞ്ഞ് ഉടമ്പടിയുടെ ഒരു ശക്തിയായിരിക്കാം, എനിക്കൊരു നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. മാതാവ് എനിക്ക് തരും എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം കഴിഞ്ഞു. നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഒരു നേഴ്സ് ആയതിനാൽ തന്നെ എനിക്ക് കാരുണ്യപ്രവർത്തി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മേഖല എൻ്റെ പേഷ്യൻസ് തന്നെയാണ്. ഞാൻ അവരോട് കാരുണ്യത്തോടെ പെരുമാറി. അതുപോലെ തന്നെ ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജിലൊരു നേഴ്സായിരുന്നു. ഞാൻ അവിടെ ഭക്ഷണം വിതരണം ചെയ്യുകയും അവിടുത്തെ എൻ്റെ പേഷ്യൻസിന് പത്രം കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ എനിക്കൊരു പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ഇത്തവണ എൻ്റെ കഴിവല്ല, മാതാവിൻ്റെ കഴിവാൽ ഉറപ്പായിട്ടും കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ OET പാസ്സായി.
പക്ഷെ അപ്പോഴും ഞാൻ ഇടയ്ക്ക് വിചാരിക്കുന്നു എന്തുകൊണ്ട് അന്ന് എനിക്ക് ആ OET ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാൻ പറ്റിയില്ലെന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. അന്ന് ഞാൻ റീവാലുവേഷനും കൊടുത്തതാണ്, 8,000 കൊടുത്ത് റീവാലുവേഷൻ കൊടുത്തു. എന്നിട്ടും അന്ന് റീവാലുവേഷൻ കൊടുത്തിട്ട് എനിക്ക് നമ്മൾ OETക്ക് പറയുന്നത് 250, 290, 300 അങ്ങനൊരു റേഞ്ചിലാണ് മാർക്കിങ് പോകുന്നത്. അന്ന് എനിക്ക് രണ്ടാമത് എനിക്ക് OETക്ക് ആദ്യം കിട്ടിയത് 3 B, ആദ്യത്തെ അറ്റംപ്റ്റിൽ 3 Bയും 1 C, റൈറ്റിങ്ങിന് C ആണ് ആയിപ്പോയത്. അത് അത്യാവശ്യം നല്ല മാർക്ക് കുറവായിരുന്നു. അങ്ങനെയാണ് ഞാൻ റീവാലുവേഷന് കൊടുത്ത് അത് 290 വന്ന് നിന്നിട്ട് 300 എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റ് കിട്ടിയില്ല. പക്ഷേ രണ്ടാമത്തെ അറ്റംപ്റ്റ് കിട്ടി, അതങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് OET ഒക്കെ പാസ്സായി എല്ലാം കഴിഞ്ഞ് പിന്നെ നഴ്സുമാർക്ക് UK പോവുക എന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറി. ആർക്കും ഇൻ്റർവ്യൂസ് ഒന്നും വരുന്നില്ല. അപ്പം ഞാൻ ആലോചിച്ചു എന്തിനാണ് മാതാവ് എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തരാതെ വെള്ളിയാഴ്ച രണ്ടാമത്തെ അറ്റംപ്റ്റിലും തന്നു, എന്നിട്ട് ഇൻ്റർവ്യൂ ഒന്നും കിട്ടാതെ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇൻ്റർവ്യൂ ഒന്നും കിട്ടാതിരുന്ന സമയത്താണ് ഞാൻ വേറൊരു ഹോസ്പിറ്റൽ, ഇവിടെ വണ്ടാനത്തു നിന്ന് ഇറങ്ങി വേറൊരു ഹോസ്പിറ്റലും കയറി. അപ്പോൾ അവിടെ കയറുന്നതിൻ്റെ ആ ടൈമിലായിട്ട് നോർക്ക, നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതാണ്, അവിടുന്ന് ഇങ്ങനെ ഒരു ഇതുപോലെ റിക്രൂട്ട്മെൻറ്റ് പോലെ വന്നു. അതിൽ അവരൊരു മാനദണ്ഡം വെച്ചിരുന്നു, നമ്മുടെ OETയുടെ വാലിഡിറ്റി നവംബർ 2025 തന്നെ വേണമെന്ന്. അന്ന് OETയുടെ വാലിഡിറ്റി 2 വർഷത്തെയാണ്. അപ്പോൾ ഞാൻ 2023 ഡിസംബറിൽ എഴുതിയതാണ്. അപ്പോൾ എൻ്റെ OET വാലിഡിറ്റി ആ പറഞ്ഞ ടൈമിനുള്ളിലുള്ളത് കൊണ്ട് എനിക്ക് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ റീവാലുവേഷൻ കൊടുത്ത് ക്ലബിംഗ് സ്കോറിനായിട്ടായിരുന്നു രണ്ടാമത്തെ അറ്റംപ്റ്റിന് പോയത്. പക്ഷെ മാതാവ് വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് രണ്ടാമത്തെ അറ്റംപ്റ്റിൽ 4 B ആണ് തന്നത്. അന്നത്തെ അവരുടെ വേറൊരു മാൻഡേറ്ററി ആയിട്ട് അവർ പറഞ്ഞ വേറൊരു കാര്യം, ക്ലബിംഗ് സ്കോർ അക്സെപ്റ്റ് ചെയ്യത്തില്ല, സാധാ UK ക്ലബിംഗ് സ്കോർ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അന്നത്തെ അതിൽ അവർ ക്ലബിംഗ് സ്കോർ അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. നവംബർ 2025 വരെ OET വാലിഡിറ്റി ഉണ്ടായിരിക്കണമായിരുന്നു. അന്നാണ് എനിക്ക് ആദ്യം കാര്യം മനസ്സിലായത് എന്തുകൊണ്ട് മാതാവ് എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ OET തന്നില്ല എന്ന് മനസ്സിലായത്. കാരണം ആദ്യത്തെ അറ്റംപ്റ്റിൽ OET കിട്ടുകയായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും ആ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ ആപ്ലിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യത്തുമില്ല. അതുപോലെ തന്നെ ക്ലബിംഗ് സ്കോർ ആയിരുന്നു രണ്ടാമത്തെ തവണ ഞാൻ വെറും ക്ലബിംഗ് സ്കോറിന് വേണ്ടി എഴുതി എനിക്ക് 4 B തന്നതിൻ്റെ കാരണം എനിക്കന്ന് മനസ്സിലായി. അപ്പം എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു ഇത് മാതാവ് തന്നാണ്. അപ്പം ഞാൻ ജസ്റ്റ് പോയി അങ്ങ് അറ്റൻഡ് ചെയ്താൽ മതി, ഉറപ്പായിട്ടും എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ ഇൻ്റർവ്യൂവിന് ഭയങ്കര കോൺഫിഡൻസോടെ കാശ് രൂപവും തൈലവും ഒക്കെ പൂശിയാണ് ഞാൻ പോയത്. കാശ് രൂപ എടുത്തും തൈലം പൂശിക്കൊണ്ടും പിന്നെ ഞാൻ ഇൻ്റർവ്യൂവിന് ജസ്റ്റ് കയറുന്നതിന് മുന്നേ ആ ഒരു സ്പോട്ടിലായിട്ട് ഉപ്പ് വിതറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. അതിനൊരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നഴ്സുമാർ OET പാസ്സായിട്ട് കുറേ ആയിരങ്ങളാണ് നഴ്സുമാർ ഒരു ജോലി നോക്കി UK OETയും CBTയും പാസ്സായിട്ട് നിൽക്കുന്നത്. ആ ഒരവസ്ഥ അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലാണ് എനിക്ക് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനെങ്കിലും പറ്റിയത്. അങ്ങനെ ആ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സാവുകയും ചെയ്തു. അത് കഴിഞ്ഞ് നോർക്കയുടെ ഭാഗത്തുനിന്ന് ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞു. പക്ഷേ പ്രത്യേകിച്ച് അപ്ഡേഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെയും ടെൻഷനായി, ഇനി എന്നാ ചെയ്യും. ഇൻ്റർവ്യൂ എല്ലാം കിട്ടി, എല്ലാവരോടും പറഞ്ഞ് ഇൻ്റർവ്യൂ ഒക്കെ കിട്ടിയ കാര്യം, പക്ഷേ പ്രത്യേകിച്ച് ഒരു അപ്ഡേഷനും കാര്യങ്ങളും ഒന്നും വരുന്നില്ല അവരുടെ ഭാഗത്തുനിന്ന്. അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തു അങ്ങനെ പോയി ഒന്നുകൂടെ ഉടമ്പടി പുതുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അന്ന് ഉടമ്പടി എടുക്കാൻ വന്നത് ജനുവരി 3-ാം തീയതി, ഈ വർഷം ജനുവരി 3-നാണ് ഞാൻ പിന്നെ ഉടമ്പടി പുതുക്കാൻ വന്നത്. അപ്പോൾ ഉടമ്പടി പുതുക്കാൻ നേരം ഞാൻ വിചാരിച്ചു, ഇത്തവണ ഞാൻ മാതാവുമായിട്ടൊരു നിബന്ധന വെച്ചായിരുന്നു. ഏപ്രിൽ 3 എന്ന് പറയുമ്പം എൻ്റെ 3 മാസത്തെ ഉടമ്പടി തീരുന്ന സമയം, അത് ഏപ്രിൽ 3-ആണ്. എനിക്ക് ഏപ്രിൽ 3-ന് തന്നെ UK എത്തണം എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടിയിലെ നിബന്ധനകളെല്ലാം അതുപോലെ പാലിച്ചു. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് കഴിഞ്ഞ മാസം പകുതിയോടുകൂടി എൻ്റെ ടെൻഡേറ്റീവ് ഡേറ്റ് വന്നു. എപ്പോഴാണ് UK എത്താൻ. എനിക്ക് കറക്റ്റ് ഏപ്രിൽ 3-ആണ് കിട്ടിയത്. അത് ശരിക്കും ഒരു അത്ഭുതമാണ്. കാരണം എൻ്റെ കൂടെ വരേണ്ട എൻ്റെ ഫ്രണ്ട്സ് അവർക്കെല്ലാം കിട്ടിയ ഡേറ്റും ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും ജൂൺ, ഓഗസ്റ്റ് ഒക്കെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഏപ്രിൽ 3-ആണ്. എനിക്ക് ഏപ്രിൽ 3 തന്നെ UK ചെല്ലാനുള്ള വിസയും ടിക്കറ്റും എല്ലാം വന്നു. ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് തന്നതിന് മാതാവിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തത്, ഞാൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലായിരുന്നുകൊണ്ട്
എനിക്ക് വലിയ പാടില്ലായിരുന്നു. ഞാൻ അവിടുത്തെ ആൾക്കാർക്ക് പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ ഹോസ്റ്റലിലായതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസ വെച്ച് പോയി മേടിച്ച് ആൾക്കാർക്ക് ഫുഡ് കൊണ്ട് കൊടുക്കുമായിരുന്നു. അതുപോലെ സാമ്പത്തികമായിട്ടും എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ, ശമ്പളം ഭയങ്കര തുച്ഛമാണ് അവിടെ, പക്ഷെ എന്നാലും എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും ഫുഡ് മേടിച്ച് കൊടുത്തു. ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് തന്നതിന് മാതാവിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടിയുടെ കാര്യമായിട്ട് ഞാൻ എഴുതിയിരുന്ന എൻ്റെ അനിയത്തിയുടെ ജർമ്മനി പോവുക എന്നതുള്ളതായിരുന്നു. അതും കഴിഞ്ഞ വർഷം ഒരു നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം, എങ്കിലും അവൾക്ക് അവിടെ ജർമ്മനിയിൽ ചെല്ലാൻ സാധിച്ചു. ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നതിന് മാതാവിന് ഒരുപാട് നന്ദി. എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റമെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയൊരു പ്രാർത്ഥിക്കുന്ന വ്യക്തി അല്ലായിരുന്നു. ജസ്റ്റ് ആവശ്യം വരുമ്പോൾ പ്രാർത്ഥിക്കും, അങ്ങനെ മാത്രമായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്തതിന് പിന്നെ നമുക്കൊരു വിശ്വാസമുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു ദുഃഖമോ കാര്യങ്ങളോ വന്നാൽ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല, മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഉദ്യമബോധം നമുക്ക് ആ സമയത്ത് വരും. അതുപോലെ തന്നെ ഞാൻ കാരണം എനിക്ക് കുറേ പേരെ ഇങ്ങോട്ട് ഈ പുണ്യഭൂമിയിലോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഞാൻ കാരണം ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പഠിച്ച ബാച്ചിൽ UK പോയിരിക്കുന്നത് 4 വ്യക്തികളാണ് ആകെ പോയിട്ടുള്ളത് ഇതുവരെയായിട്ട്. 25ഓളം പേര് പാസ്സായി OET, പക്ഷെ അതിൽ പോയിട്ടുള്ളത് ആകെ 4 പേരാണ്. ആ 4 പേരിൽ 2 പേരും ഇവിടെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് പോയി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞവരാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ മാറ്റം. എനിക്ക് കിട്ടിയത് നോർക്കയുടെ ഇൻ്റർവ്യൂ ആണ്. നോർക്കയുടെ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആക്ച്വലി UK മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്ത മട്ട് തന്നെയാണ്. ഇനി ആർക്കും അങ്ങോട്ട് ചെല്ലുക എന്നുള്ളത് ഇതുവരെയായിട്ട് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് അറിയാൻ പറ്റിയത്, ഇനി അങ്ങോട്ട് റിക്രൂട്ട്മെൻറ്റ്സ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ഉള്ളവരെ മാത്രമേ ഇനി അവർ മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളെന്നാണ് അറിഞ്ഞത്. അപ്പം ഈ നോർക്കയുടെ ഇതായതുകൊണ്ട് തന്നെ എനിക്ക് സാമ്പത്തികമായിട്ട് 1 രൂപ പോലും നമുക്ക് ഇവർക്ക് അങ്ങോട്ട് കൊടുക്കേണ്ട വരുന്നില്ല, ഉള്ളത് തന്നെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നതാണ്. അതുകൊണ്ട് എനിക്ക് സാമ്പത്തികമായിട്ടും ഒന്നും ബുദ്ധിമുട്ടേണ്ട വന്നിട്ടില്ല. ഇപ്പോൾ ഉള്ളൊരു അവസ്ഥ വെച്ചിട്ട് പിള്ളേർ അങ്ങോട്ട് പോയിട്ട് ഒരു ഓസ്കി എന്ന് പറയുന്ന എക്സാം ഉണ്ട്, ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഒരു 5 lakhsോളം അങ്ങോട്ട് കൊടുത്തിട്ടാണ് പോയി പരീക്ഷ എഴുതിയിട്ട് തിരിച്ചു വരിക. അങ്ങനെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എനിക്കാണെങ്കിൽ മാതാവിൻ്റെ കരുണയാൽ മാത്രമാണ് ഇങ്ങനെ 1 രൂപ പോലും മുടക്കാതെ അവിടെ പോയി എക്സാം എഴുതി അവിടെ പോയിട്ട് ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി തന്നു ഒന്നാമത്തേന് ഞാൻ പരീക്ഷയുടെ അന്ന് തന്നെ പരീക്ഷ കഴിഞ്ഞ എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് പത്രം വെച്ചിരുന്നു. ഞാൻ അന്ന് എക്സാം എൻ്റെ രണ്ടാമത്തെ എക്സാം കഴിഞ്ഞിട്ടുള്ള സമയത്ത് വെളിയിലിറങ്ങിയപ്പോഴും ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പത്രം എൻ്റെ എക്സാം എഴുതി വരുന്ന സ്റ്റുഡൻസിനും അതുപോലെ അവരുടെ പേരൻസിനും എല്ലാം കൊടുത്തിരുന്നു. അതുപോലെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണെങ്കിലും അവിടെ വന്നിരുന്നവർക്കെല്ലാം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പത്രം വിതരണം ചെയ്തിരുന്നു. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.